യെസ്, വിദ്യാസാഗർ ഗുരുമൂർത്തി. എന്തായാലും പി ശിവൻകുട്ടി ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പോവുകയാണ്. പാഠ്യപദ്ധതിയിൽ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഗവർണറുടെ അധികാരങ്ങൾ 10ാം ക്ലാസ്സിൽ. അതെ അതെ, ഞാൻ കേട്ടു, വാർത്ത വായിച്ചു. 10ാം ക്ലാസ്സിലെ സോഷ്യൽ എന്തോ വിഷയത്തില് ഗവർണർക്ക് എന്തൊക്കെ അധികാരമുണ്ട്, എന്തൊക്കെ പരിധിയുണ്ടെന്ന് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ഞാനിവിടെ നമ്മുടെ റെജി ലൂക്കോസ് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർക്കുകയാണ്. BJP മതം നോക്കി മാത്രം നീങ്ങുന്ന പാർട്ടിയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ക്രിസ്ത്യൻ വോട്ടിന് വേണ്ടി നിലമ്പൂര് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി കൊണ്ടുവന്നു. എനിക്ക് തമാശ തോന്നുന്നത്, തൃക്കാക്കരയിൽ ജോ ജോസഫ് പെട്ടെന്ന് സ്ഥാനാർത്ഥിയായ ആ ഒരു തരുണം ഞാൻ ആലോചിച്ചു പോവുകയാണ്. CPM പാർട്ടിക്കാർക്ക് പോലും അത്ഭുതമുളവാക്കിയൊരു തീരുമാനമായിരുന്നല്ലോ അത്. അനിൽ ജി ഓർക്കുന്നുണ്ടല്ലോ? അതെ, ആ പാവപ്പെട്ട ജോ ജോസഫ് അരുൺകുമാർ സ്ഥാനാർത്ഥി കുപ്പായിട്ട് നടക്കുകയായിരുന്നു. അതെ അതെ അതെ, നമ്മൾ ഇത്രയും കാലം വെള്ളം കോരുകയും വിറകൊട്ടുകയും ചെയ്ത അരുൺകുമാർ നീ പോയിട്ട് ചായ അടിക്കണമെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഇപ്പൊ BJP എന്ന് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതേതരമെന്ന് പറഞ്ഞാലും ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ ആ പ്രദേശത്ത് ആർക്കാണോ പ്രാബല്യമുള്ളത്, അല്ലെങ്കിൽ ഒരു കൃത്യമായ വോട്ട് എങ്ങനെ മറിക്കാമെന്ന് നോക്കിയിട്ടല്ലേ സ്ഥാനാർത്ഥി. നമ്മുടെ മണ്ടന്മാരൊന്നുമല്ല, നമ്മൾ തോൽക്കാൻ വേണ്ടി ആരെങ്കിലും നിൽക്കുവോ? ഈ ജയിക്കും നമ്മുടെ മറ്റേ സ്വരാജും അല്ലാതെ തോൽക്കാൻ വേണ്ടി ആരും മത്സരിക്കില്ലല്ലോ, വിവരമുള്ളവരും മത്സരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അത് ആ വിഷയം വിട്ട് എല്ലാവരും മതേതരം എന്ന് പറഞ്ഞാലും സ്ഥാനാർത്ഥി നിർണയത്തിൽ വരുമ്പോൾ സഭ ഇടപെടും, ക്രിസ്തീയ സഭ ഇടപെടും, സമസ്ത ഇടപെടും, SNDP അവരുടെ ആവശ്യം പറയും, NSS പറയും. അതൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ കഴമ്പില്ലാത്ത വാദമാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിന് മുമ്പ് ഒരു വിഷയം പറയാനുള്ളത്, നമ്മുടെ ഇന്ന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു ഇതില് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വൈസ് ചാൻസലർ എന്നായിപ്പോയി, തെറ്റാണ്. രജിസ്ട്രാറുടെ കാര്യമാണ്, അനിൽകുമാറിന്റെ കാര്യമാണ് പറഞ്ഞത്. അതെ, ആ രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്നത് വളരെ അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാല്, അദ്ദേഹം പറഞ്ഞത് ശ്രീ പത്മനാഭ സേവാ സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയുടെയാണ് ഈ പരിപാടി. അപ്പൊ ആദ്യം തന്നെ ഇദ്ദേഹം റിക്വസ്റ്റ് ചെയ്തിരുന്നു അവരോട് ഇത്തരത്തിൽ മതപരമായ ചിഹ്നങ്ങൾ വെക്കരുത് എന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട വാക്ക് അതെനിക്ക് വളരെ വിഷമം തോന്നി. However, the organizers refused to remove the photograph of Bharat Mata with the saffron flag, which the registrar referred to as a picture of a Hindu goddess. അവിടെ അതിന്റെ വളരെ കൃത്യമായ മുന എങ്ങോട്ടാണ് പോകുന്നത്? രജിസ്ട്രാർ പറയുന്നത് RSSന്റെ അല്ലെങ്കിൽ വിഭാഗീയമായ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയോ BJPയുടെയോ കൊടിയെന്നല്ല പറയുന്നത്, മറിച്ച് ഭാരതാംബ ഒരു ഹിന്ദു ദേവതയാണെന്നാണ് പറയുന്നത്. അപ്പൊ എത്രത്തോളം ചരിത്രത്തോടുള്ള നിന്ദയും അവമതിപ്പുമുള്ള ഒരാളാണ് ഈ രജിസ്ട്രാർ എന്ന ഒരു അടിമ എന്ന് മനസ്സിലാക്കേണ്ടി വരികയാണ്. കാരണം ഈ രാജ്യത്ത് രവീന്ദ്രനാഥ് ടാഗോർ മുതൽ അല്ലെങ്കിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം മുതൽ ഇങ്ങോട്ട് ഈ ഭാരതാംബയെ ദുർഗയെന്നും കാളിയെന്നും ആരാധിച്ച് ഇത് ഈ രാഷ്ട്രത്തിന്റെ ഓരോ കണത്തിലും ചേർന്നിരിക്കുന്ന ഇത് പെറ്റമ്മയാണെന്ന ബോധത്തെയല്ലേ അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തിനെതിരെ ഒരു അറ്റാക്ക് പാകിസ്ഥാന്റെ മിലിറ്റൻസ് നടത്തിയപ്പോൾ ഈ രാജ്യത്ത് നിന്ന് OIC വരെ പോയിട്ട് വളരെ അഭിമാനപൂർവ്വം ഈ രാജ്യത്തെ പറ്റി പറഞ്ഞത്. OICയുടെ വെളിവിന്റെ ഒരു 100-ലൊന്നും ഇല്ലാത്ത ഒരാളല്ലേ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാർ ആയിട്ടിരിക്കുന്നത്. അദ്ദേഹം ബ്ലേറ്റന്റ് ആയിട്ട് പറയാണ്, ഒരു ഹിന്ദു ഗോഡസിനെയാണ് വെച്ചിരിക്കുന്നത് കോടതിയിൽ പറയുകയാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ എത്രത്തോളം ഹിന്ദു വിരുദ്ധമായ ഒരു നിലപാട് ഒരു രജിസ്ട്രാർ എടുക്കുന്നു. നോക്കൂ, ഹിന്ദുവിന് അനുകൂലമായി നിൽക്കുന്നതും ഹിന്ദു വിരുദ്ധമായി നിൽക്കുന്നതും ഒരുപോലെ സെക്യുലറിസത്തിന്, ഇവർ പറയുന്ന സെക്യുലറിസത്തിന് എതിരല്ല എന്റെ ചോദ്യം. ഒരു പർട്ടിക്കുലർ റിലിജനെ പോയിന്റ് ഔട്ട് ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, ഇതേ യൂണിവേഴ്സിറ്റി തന്നെ ഈ ക്രിസ്മസിന് പുൽക്കൂടൊരുക്കലും കേക്ക് മുറിക്കലും ഉണ്ട്, അതുപോലെ ഈ പറഞ്ഞ പോലെ ഇഫ്താർ വിരുന്നുകൾ നടത്താറുണ്ട്, പല സംഘടനകളിൽ നടത്താറുണ്ട്, യൂണിവേഴ്സിറ്റിയുടെ ഹോളുകൾ ഉപയോഗിച്ച് നടത്താറുണ്ട്. അപ്പൊ ഇതൊന്നും പ്രശ്നമില്ലാതിരിക്കുമ്പോൾ നിയമസഭയ്ക്കകത്ത് ആണല്ലോ R ശങ്കരനാരായണൻ തമ്പി ഹാളിലാണല്ലോ എപ്പോഴും ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കാറുള്ളത്. അതെ, ഇഫ്താർ വിരുന്ന് അത് പ്രതിപക്ഷ നേതാവ് നടത്തുന്നു, ഇപ്പുറത്ത് നമ്മുടെ ഭരണകക്ഷി നടത്തുന്നില്ലേ? അപ്പൊ അത് ഇഫ്താർ തീർത്തും ഒരു മതചടങ്ങാണ്. ഇഫ്താറിന് ഇതുപോലെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കഥ പറയാനൊന്നുമില്ല. ഇഫ്താർ എന്ന് പറയുന്നത് തീർത്തും ഇസ്ലാമികമായ ഒരു മതചടങ്ങാണ്. ആ മതചടങ്ങിൽ അത് മാത്രം എന്റെ ഏറ്റവും വലിയ ഓർമ്മകളിൽ ഏറ്റവും കത്തി നിൽക്കുന്ന, നാളെ ഇപ്പൊ എന്തോ 5-ാം തീയതി എന്തോ വലിയൊരു ദുരന്തം ലോകത്ത് സംഭവിക്കാനുണ്ടെന്ന് ഒരാള് ജ്യോതിഷി പണ്ട് പ്രവചിച്ചിട്ടുണ്ട്. അത് എല്ലാ ഒരുക്കങ്ങളും ഞാൻ കാണുന്നത് ജപ്പാനിലാണെന്ന് അവർ പറഞ്ഞത്. സ്ഥാനം മാറി US ആവാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോ നമ്മുടെ മുഖ്യമന്ത്രി അങ്ങോട്ട് ചികിത്സയ്ക്ക് പോയിട്ടുമുണ്ട്. അതെ, നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് കഴിഞ്ഞാണ് പോയപ്പോ അവിടെ 2000 കോടിയുടെ ഏറ്റവും അറ്റകുറ്റപ്പണി വേണ്ടി വന്നു അവർക്ക്. ഇത്തവണ എന്താവുന്ന ഈശ്വരൻ അറിയാം. ഏതായാലും ഞാൻ പറഞ്ഞത് ദേശീയ ദുരന്തങ്ങളായിട്ട് ഒന്നൊന്നായിട്ട് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഗവർണർ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഭരണം അട്ടിമറിക്കാനും
കാവ്യവൽക്കരണം നടത്താനാണ് ഇദ്ദേഹം പറയുന്നത്. ഇന്ന് നമുക്കൊരു ഈ ഹിന്ദു അല്ലെങ്കിൽ ഈ ഇന്ത്യൻ സംസ്കാരത്തെ പോഷിപ്പിക്കുന്ന ഒരു സംഘടനയ്ക്കോട് വളരാൻ കഴിയുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷെ നോക്കിക്കോളൂ, വളരെ കൃത്യമായിട്ട് CPM-നും അറിയാം, BJP വളരെ പടിപടിയായിട്ട് ഇവിടെ അവരുടെ ചുവട് ഉറപ്പിച്ചു വരികയാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഈ വെളിപ്പാട് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ വിഷമം മുഴുവൻ ഒരു നെഗ്ലിജിബിൾ ആയിട്ട് വളരെ ഒന്നിനും കൊള്ളാത്തൊരു പാർട്ടിയുടെ ഒരു ഇതാണെങ്കിൽ ഇത്രയൊന്നും ഈ ഹാലളകേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് അവർക്ക് തന്നെ അറിയാം, ഈ രാജ്യത്ത് കേരളത്തിൽ വിശേഷിച്ചും കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവരുണ്ടാക്കിയ വർഗീയ ധ്രുവീകരണം മൂലം. കാരണം പലസ്തീനിൽ എവിടെയോ, അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ ഗസ വിഷയത്തിൽ ഇവിടെ പിന്നെ കഴിഞ്ഞ ഒക്ടോബർ 2023 ഒക്ടോബറിൽ ഇവിടെ നടത്തിയ സമരം എന്താണ് ഇവർ CIT അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ. മാത്രമല്ല ഓപ്പൺലി ആസാദി വിളിക്കുകയാണ് ഇവർ. പിന്നെ ഒരു പലസ്തീൻ മുക്രിയുടെ കോട്ടും വേഷവും ധരിച്ചിട്ടല്ലേ ഈ അടുത്ത കാലത്ത് CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടന്നത്. കഫിയ, അതായത് തലയിലെ ഹോക്കിൻസ് കുക്കറിന്റെ വാഷറില്ലേ, ആ വാഷർ ഇട്ടിട്ടാണ് ഈ പിണറായി അടക്കം ഇരുന്നത്. വെള്ള തൂവാലയും ഹോക്കിൻസ് കുക്കറിന്റെ വാഷറും പിന്നെ ഒരു കള്ളിക്കള്ളി കാക്കമാർ കൊടുക്കുന്ന ഒരു മുണ്ടും കൊടുത്തിട്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇതൊന്നും മതചിഹ്നമല്ല. ഒരു ഗവർണർ അദ്ദേഹത്തിന്റെ രാജ്യത്തെ അമ്മയെ കാണുമ്പോൾ അയ്യോ സഹിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് അവിടെയൊക്കെ ബർണോളിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പൊ ഇത് ഇവരുടെ വർഗീയ ധ്രുവീകരണമാണ്. ഇങ്ങനെ ഇസ്ലാമിസത്തെ പ്രീണിപ്പിച്ച് ജിഹാദിസത്തെ തലോടി നടക്കുന്ന ഇവർ കാരണമാണ് ഹിന്ദുക്കൾ മറുവശത്ത് സംഘടിച്ച് ഒരു വലിയ രാഷ്ട്രീയ ശക്തിയെ തീരാൻ പോകുന്നത്. അതിന് ഏറ്റവും വലിയ താങ്ക്സ് BJP പറയേണ്ടത് CPM-നോടാണ്. കാരണം ഇമ്മാതിരത്ത് ഓരോന്ന് കാണിച്ചു വെക്കാണ്. ഒരു CPM നോക്കണം, മതേതര ജനാധിപത്യ വർഗ ബഹുജന സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിലാണ് ഇവര് തലയിൽ ഹോക്കിൻസിനെ വാർത്തോട്ട് വന്നിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി താഴേക്ക് എല്ലാം ഏറ്റവും ലോക്കൽ ആ രാജീവ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആലോചിക്കണം, വലിയ മനുഷ്യനെ മനസ്സിലാത്ത ഭാഷ വർത്താമെന്ന ആളാണ് രാജീവ്. ഈ P രാജീവ് ഈ ഒരു പച്ച കള്ളിക്കളി ഇന്ത്യൻ കോഫി ഹൗസിൽ വിരിക്കുന്ന വിരി പറ്റുന്ന സാധനം ഇട്ടിരിക്കുക. അത് ആരായിട്ട് വെച്ചപ്പോ ഈ യാസർ അറഫാത്ത് ഇട്ട് നൽകുന്ന വേഷം ഇട്ട് നടത്തിയവര്. അത്ര അധികം ഇസ്ലാമിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇഫ്താർ പാർട്ടി നടത്തുന്ന രണ്ട് കക്ഷികൾ UDF LDF ഇവരുടെ ഇടയിൽ നമ്മൾ അവതരിപ്പിക്കുന്ന എന്താണ്? അതായത് ആസേതു ഹിമാചലം, നമുക്കൊരു ഒറ്റ സംസ്കാരമുണ്ട്, ആ ഒറ്റ സംസ്കാരം നമ്മുടെ അമ്മയാണ് എന്ന് പറയുന്ന സാംസ്കാരിക ഔന്നത്യത്തിലേക്ക് 3025 CPM ഉയരില്ല. അന്ന് CPM ഉണ്ടാവില്ല എങ്കിലും പറയാണ്, വംശനാശം വന്നു പോവും. ഏതായാലും ഇതുകൊണ്ട് ഉണരേണ്ടത് ജനങ്ങളാണ്. മനസ്സിലാക്കുക എത്രത്തോളം ഹിന്ദു വിരുദ്ധമാണ്, എത്രത്തോളം രാഷ്ട്രവിരുദ്ധമാണ് ഈ കട്ടിംഗ് സൗത്തുകാരുടെ മനസ്ഥിതി എന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ റെജി, ഒരു മറുപടി പെട്ടെന്ന് 1 മിനിറ്റ് അവസാനിപ്പിക്കേണ്ടതുകൊണ്ടാ. അല്ല, ഭാരതാംബയെ സ്നേഹിക്കുകയോ പൂജിക്കുകയോ ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്, ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷെ സെനറ്റുകൾ വെച്ച് നടത്താൻ പാടില്ലെന്ന് പറഞ്ഞില്ല. പിന്നെ വേറൊരു കാര്യം പ്രധാനപ്പെട്ട നടത്തിയോ? അല്ല, നിൽക്കൂ പ്ലീസ്. വേറൊരു പ്രധാനപ്പെട്ട പോയിന്റുണ്ട്. ബഹുമാനപ്പെട്ട ഗവർണർ അർലേക്കർ അദ്ദേഹത്തിന്റെ റൂമിൽ ഈ ഭാരതാംബയുടെ മുമ്പിൽ തിരികൊടുത്തി പൂജിക്കുന്ന ഒരു ചിത്രം അല്ലാതെ വിഷ്വൽ സഹിതം പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ പരിപാടിക്കും അത് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഭൂപടത്തിൽ പാകിസ്ഥാനെ വെച്ചിട്ടുണ്ട്. അപ്പൊ പാകിസ്ഥാനാണ് കൂടുതൽ നിങ്ങൾ പൂജിക്കണം. അപ്പൊ നിങ്ങളുടെ കപട രാജ്യസ്നേഹമാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെതിരെ പാകിസ്ഥാൻ ഗുണം കെട്ടെന്ന് പറഞ്ഞു പറയപ്പോ ഇത് എന്റെ പൊന്നു സുഹൃത്തെ, ദയവായിട്ട് ഞാനിത് പറഞ്ഞു പൂർത്തിരിക്കട്ടെ. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ വേണ്ടിയോ? ഞാൻ ആദ്യം ഒരു ചർച്ച പങ്കെടുക്കുന്നത് അവസാനിപ്പിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ നിരന്തരം ദ്രോഹിക്കുകയും ഈ രാജ്യമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത പാകിസ്ഥാനെതിരെ 7 ഡെലിഗേറ്റ്സിനെ പാർലമെന്റ് മെമ്പർമാരെ 45 രാജ്യങ്ങൾ വിട്ടതെന്തിനാ? നിങ്ങൾ ഈ രാജ്യത്ത് ഈ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ ഭൂപടം പൂജിക്കുമ്പോൾ ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു. നിങ്ങളുടെ രാജ്യസ്നേഹം ഒരു കാപട്യമാണ്, കപടതയാണ്. ഇതേ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നുള്ളൂ. പിന്നെ അതിനകത്തെ സാരി എടുത്ത ഇന്ത്യയുടെ കാവ്യക്കൊടി, ഇന്ത്യക്ക് ഒരു കൊടിയുണ്ട്, അത് ദേശീയ പതാക, അതിനകത്ത് കാവ്യമുണ്ടോ? ഇത്രേ പറയാറുള്ളൂ ഇതിനകത്ത്.